ഹലോ, നമസ്കാരം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് പിന്നാലെ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെതിരായ പ്രകടനത്തിൽ പരോളിലിറങ്ങിയ പ്രതിയുമുണ്ടെന്നറിഞ്ഞ് കേരളം അമ്പരന്ന ദിവസമാണിന്ന്. വ്യാപാര കരാറുകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ നിലവിൽ വന്നതും ഇന്നാണ്. കേരളത്തിലെ കയറ്റുമതി മേഖലയ്ക്കും കരാർ ഗുണകരമാകും. യുവാവ് ബസ്സിൽ ലൈംഗികാതിക്രമം കാട്ടിയെന്നാരോപിച്ച് വീഡിയോ പകർത്തി സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിതയ്ക്ക് കോഴിക്കോട് കുന്നമംഗലം കോടതി ജാമ്യം നിഷേധിച്ചതും ഇന്നാണ്. ഇത്തരം വാർത്തകൾക്കിടെ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പതിവ് പോലെ അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളാണ് പൊതുജനം കഴുതയല്ല സാർ പറയുന്നത്. ഞാൻ ബി ദിലീപ് കുമാർ. ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് പൊതുജനം കഴുതയല്ല സാർ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ ഒരു പ്രധാന നഗരത്തിൽ പൊന്നും വിലയുള്ള സ്ഥലം. അവിടെ വാഹനം കടന്നുപോകാൻ അത്ര വലുതല്ലാത്തൊരു വഴി. സാധാരണഗതിയിൽ റോഡരികിലെ സ്ഥലമുടമകൾക്ക് അത് മതി. വീട്ടിലേക്ക് വാഹനം കയറാനൊരു വഴിയുണ്ടല്ലോ. പക്ഷേ കൊച്ചി മരടിൽ നിന്ന് വരുന്നത് വേറിട്ടൊരു വിശേഷമാണ്. ഇവിടെ റോഡിന് വീതി കൂട്ടാൻ പൊന്നും വിലയുള്ള ഭൂമി വെറുതെ നൽകുകയാണ് നല്ലവരായ നാട്ടുകാർ. ഇതോടെ മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ വാകയിൽ റോഡിന്റെ വികസനത്തിന് പുതിയ വഴിതെളിഞ്ഞു. കാണാം കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മനസ്സുണ്ടേൽ മാർഗവുമുണ്ട്. സെന്റിന് 16 മുതൽ 20 ലക്ഷം രൂപ വരെ വിലയുള്ള ഭൂമി. പണത്തിന്റെ മൂല്യം നോക്കാതെ നാടിന് വേണ്ടി അത് നൽകാൻ തയ്യാറാവുക. അതും എറണാകുളം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്ന്. കുറഞ്ഞത് 1/4 കോടിയെങ്കിലും കയ്യിൽ കിട്ടാവുന്ന മുതൽ അങ്ങനെ വെറുതെ കൊടുക്കുന്നത് ആ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. മരട് കൊട്ടാരം ഭാഗത്തെ വാകയിൽ റോഡ് കാലങ്ങളായി ഇടുങ്ങിയ പാതയായതുകൊണ്ട് മാത്രം ഗതാഗത കുരുക്ക് കണ്ട് ശീലിച്ചയിടമാണ് ഇവിടം. ആശുപത്രി, ആരാധനാലയം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടം. പ്രധാന പാതയിൽ നിന്ന് കൊച്ചി നഗരത്തിലെ ബ്ലോക്കിനെ വെല്ലുന്ന ഗതാഗതക്കുരുക്കിൽപ്പെട്ടാണ് പലരും ഇതിലേക്ക് കടന്നുപോയിരുന്നത്. മൂത്തേടം പള്ളിയും PS മിഷൻ ആശുപത്രിയും തങ്ങളുടെ കൈവശമുള്ള ഭൂമി വിട്ടു നൽകാം എന്ന് തീരുമാനിച്ചതോടെ വഴിമുട്ടിയ പ്രദേശവാസികൾക്ക് പുതിയ വഴി തെളിയുകയാണ്. മരട് നഗരസഭ മുന്നിട്ടിറങ്ങാനും തീരുമാനിച്ചു. ഏകദേശം ഒരു 2 സെന്റ് സ്ഥലത്തോളം വരും. ആ സ്ഥലം മുനിസിപ്പാലിറ്റി അക്വയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും റോഡിൻ്റെ വികസനത്തിന് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ റോഡിൻ്റെ തുടക്കം മൂത്തിടം പള്ളിയുടെ സ്ഥലമാണ്. റോഡിൻ്റെ വികസനത്തിന് വേണ്ടി പള്ളിയുടെ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ മരട് PS ഹോസ്പിറ്റലിൻ്റെ സ്ഥലവും റോഡിൻ്റെ വികസനത്തിന് വേണ്ടി സൗജന്യമായി വിട്ടുതരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ സ്വകാര്യ വ്യക്തികളെയും സമീപിച്ച് ആവശ്യമായ സ്ഥലം നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ജനപ്രതിനിധികളായ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. പാത തുടങ്ങുന്നയിടത്ത് 1 മീറ്റർ നീളത്തിൽ 2 സെന്റ് സ്ഥലം ആർക്കുമാർക്കും പ്രയോജനമില്ലാതെ കല്ലിട്ട് കെട്ടി തിരിച്ചിരിക്കുകയാണ്. തൊട്ടുമുന്നിലുള്ള പള്ളിയുടെ കുരിശടിയുള്ള ഭാഗത്തും വാഹനങ്ങൾ കയറ്റാനോ ഇറക്കാനോ കഴിയാത്ത സ്ഥിതി. കഴിയുന്നത്ര ഇടം ഏറ്റെടുക്കാനും മറ്റിടങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പണം കൊടുത്തു വാങ്ങാനുമാണ് നഗരസഭയുടെ തീരുമാനം. അത്തരത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വാകയിൽ റോഡിന്റെ ഗതാഗതക്കുരുക്കിന് ശാപമോക്ഷമാകും. നിലവിൽ വീതി കുറഞ്ഞയിടത്തെല്ലാം അധികമായി സ്ഥലം കണ്ടെത്തി പ്രശ്നത്തിന് പരിഹാരം കാണും. നാടിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ പൊതുജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസന തീരുമാനങ്ങൾ എടുക്കുകയാണ് ലക്ഷ്യം. ഈ പ്രദേശത്ത് അന്യമായി നിന്ന വികസനങ്ങൾക്ക് പാതയുടെ വീതി കൂടുന്നതോടെ വഴി തെളിയുമെന്നാണ് പ്രതീക്ഷ. വഴി എന്ന് പറയുന്നത് ഒരു നാടിന്റെ അടിസ്ഥാന ആവശ്യമാണ്. എറണാകുളം പോലൊരു നഗരത്തിൽ വഴിയില്ലാതെ വഴിയാധാരമാകുന്ന കുറേ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത നമ്മൾ ചിന്തിക്കേണ്ടതുമാണ്. പൊതുജന താൽപര്യാർത്ഥം മരട് മുനിസിപ്പാലിറ്റി എടുക്കുന്നത് ഒരു വലിയ ഇനിഷ്യേറ്റീവ് കൂടിയാണ്. ലാൽകൃഷ്ണൻ, 24, കൊച്ചി. നന്മ നിറഞ്ഞ ആ നാട്ടുകാരെക്കുറിച്ച് നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, അവിടുത്തെ നല്ല മനസ്സുകൾക്ക് അഭിനന്ദനങ്ങൾ എന്ന്. രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു, അവിടെയുള്ള നന്മയുള്ള മനുഷ്യർക്ക് 1000 നന്ദിയെന്ന്. സീന മുഹമ്മദ് പറയുന്നു, ഒന്നും പോകുമ്പോൾ കൊണ്ടുപോകില്ല എന്ന് പറയുമ്പോഴും പലരും ഇങ്ങനെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. ഇത് നല്ലൊരു മാതൃകയാണ് എന്ന കാര്യം. ആ നിലയിൽ
നിരവധി പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. ലക്ഷങ്ങളുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ചിലപ്പോഴൊക്കെ നിർമ്മാണവും പൂർത്തിയാക്കും. എന്നാൽ സാധാരണക്കാരുടെ നികുതിപ്പണം ഉപയോഗിച്ച് പൂർത്തിയാക്കുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടാറുണ്ടോ? അത്തരം പാഴായിപ്പോയൊരു പദ്ധതിയെക്കുറിച്ചാണ് തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് റിനു ശ്രീധർ നൽകുന്ന റിപ്പോർട്ട്. കാണാം. കാട്ടിലെ തടി, തേവരുടെ ആന. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് വർക്കല. ശിവഗിരി ആത്മീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നൊരിടം. ഇവിടെയൊക്കെ എത്തുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ സർക്കാർ കെട്ടിപ്പൊക്കിയ ഒരു പദ്ധതി പാളിയ നിലയിലാണ്. വർക്കല നഗരസഭ നിർമ്മാണം പൂർത്തിയാക്കി 2024 ഫെബ്രുവരി 11 ഉദ്ഘാടനം ചെയ്ത ഷീ ലോഡ്ജാണ് ഈ കാണുന്നത്. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും സമീപത്തായി നഗരസഭ പൊന്നും വിലയ്ക്ക് വാങ്ങിയ വസ്തുവിലായിരുന്നു ലോഡ്ജ് നിർമ്മാണം. ഉദ്ഘാടനം കഴിഞ്ഞ 1.5 വർഷം പിന്നിട്ടിട്ടും ഷീ ലോഡ്ജിന് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു മോശമായിട്ടുള്ള അവസ്ഥ വർക്കല മുനിസിപ്പാലിറ്റിയിലുള്ളത് എന്നുള്ളത് വളരെ ദയനീയമാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോജക്റ്റുകളെ ഇവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ പദ്ധതി ഇങ്ങനെ പാളിപ്പോകാൻ കാരണം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് വർക്കല നഗരസഭ പറയുന്ന മറുപടി കേട്ടാൽ മൂക്കത്ത വിരൽ വെച്ചു പോകും. ചോദ്യത്തിന് മറുപടിയായി വിചിത്രവാദമാണ് നഗരസഭ ഉന്നയിക്കുന്നത്. കുടുംബശ്രീ ജീവനക്കാർക്ക് പരിശീലനം നൽകി വരുന്നുണ്ടെന്നും അതിനുള്ള കാലതാമസമാണ് പ്രവർത്തനം ആരംഭിക്കാൻ തടസ്സമെന്നുമാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. ഞങ്ങളുടെ നികുതിപ്പണം, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നികുതിപ്പണം കൊണ്ടല്ലേ മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും വരുമാനം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും എടുത്ത് നിങ്ങൾ ഈ ഷീ ലോഡ്ജ് ഒന്ന് പ്രവർത്തിപ്പിച്ചുകൂടെ എന്നാണ് ശക്തമായിട്ടുള്ള ജനങ്ങളുടെ ഒരു മറുപടി. നഗരസഭ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 75 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കിച്ചണും ഹാളും ടോയ്ലറ്റുകളും ഉൾപ്പെടെ 5 റൂമുകളാണ് കെട്ടിടത്തിലുള്ളത്. കിടക്കകളും ഫർണിച്ചർ സംവിധാനങ്ങളും ഇതുവരെ ആയിട്ടില്ല. ഇതിനായി നഗരസഭയുടെ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ വാദം. ഡോറുകളൊന്നും ഇട്ടില്ല, വീട് പൂർത്തിയായെന്ന് പറഞ്ഞ കഥ പോലെയാണ് ഇത്. അതായത് പൂർത്തിയായെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സാധനങ്ങളൊന്നുമില്ല. അതായത് സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ ഉള്ള സജ്ജീകരണങ്ങളില്ല. രാത്രികാലങ്ങളിൽ നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താവളമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഷീ ലോഡ്ജ്. തുടർന്നാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ വർക്കല നഗരസഭയുടെ കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷീ ലോഡ്ജിന്റെ ഗതി ഇതാണ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ സംപ്രേഷണം ചെയ്ത മരട് നഗരസഭയിലെ വാഗയിൽ റോഡുമായി ബന്ധപ്പെട്ട് അവിടെ പൊന്നും വിലയുള്ള ഭൂമി നല്ലവരായ നാട്ടുകാർ സൗജന്യമായി ആ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി വിട്ടു നൽകിയതിനെക്കുറിച്ചുള്ള വാർത്തയോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അവസാനിക്കുന്നില്ല. മിനി ബാബു പറയുന്നു, അല്പം ഭൂമിക്ക് വേണ്ടി കൊല്ലും കൊലയും വരെ നടത്തുന്നവർ കാണട്ടെ ഈ സന്മനസ്സുള്ളവരുടെ പ്രവൃത്തി എന്ന കാര്യം. ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട്, 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി വെട്ടും കുത്തും നടക്കുന്ന കാലമാണ്, എന്നാലും സന്മനസ്സുള്ള നാട്ടുകാർ അങ്ങനെയാവണം എല്ലാവരും എന്ന് പറയുന്നുണ്ട്. ഹസീന ഷാജി പറയുന്നു, ഇങ്ങനെ വേണം ജനങ്ങളായാൽ. ഞങ്ങൾ വഴിക്ക് വേണ്ടി ലക്ഷങ്ങളാണ് കൊടുത്തത് സ്ഥലമുടമയ്ക്ക്. മരടിലുള്ള നന്മ നിറഞ്ഞ മനുഷ്യർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളുമെന്ന് മോഹനൻ പിലാത്തറയും ആ നിലയിലുള്ള അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നൽകുന്നത്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ് പോകുന്നത്. കാഴ്ചയിൽ മനോഹരമായ പാത, പക്ഷേ പ്രദേശവാസികൾ അതിനെ വിശേഷിപ്പിക്കുന്നത് കൊലകൊല്ലി റോഡെന്നാണ്. ഇടുക്കി ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിനെ പറ്റിയാണ് പറയുന്നത്. പുതിയ റോഡ് നിർമ്മിച്ച് 5 വർഷത്തിനിടെ 14 പേർ ഇവിടെ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. റോഡിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് നാട്ടുകാർ പലകുറി ആവർത്തിച്ചിട്ടും അധികൃതർ കണ്ട ഭാവം നടിച്ചിട്ടില്ല. ചെമ്മണ്ണാറിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബി കെയർഫുൾ. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്ര. അതേ ഗ്യാപ്പ് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന മറ്റൊരു റോഡാണ് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. എന്നാൽ അതുവഴി യാത്ര ചെയ്യുന്ന ആ റോഡ് പരിചയമില്ലാത്ത ആളുകൾക്ക് പലർക്കും അറിയില്ല അവിടെ അപകടം ഒളിച്ചിരിക്കുന്നത്. കാക്കക്കട മുതൽ ഗ്യാപ്പ് റോഡ് വരെയുള്ള 7 കിലോമീറ്റർ ദൂരമാണ് കൊലകൊല്ലി മേഖല എന്നറിയപ്പെടുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച 5 വർഷത്തിനുള്ളിൽ 45ഓളം അപകടങ്ങൾ, 14 മരണം. മരിച്ചവരിലേറെയും ഇരുചക്ര വാഹനയാത്രികർ.
മൂന്നാർ സന്ദർശിച്ച ശേഷം തിരികെ മടങ്ങുന്ന തമിഴ്നാട്, കർണാടക സ്വദേശികളുടെ വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. കുത്തനെയുള്ള ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെടുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. കഴിഞ്ഞ ദിവസം തമിഴ്നാട് ട്രിച്ചിയിൽ നിന്നും എത്തിയ വാൻ മറിഞ്ഞ് 3 പേർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. റോഡിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ അശാസ്ത്രീയത ആരോപിച്ചിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ പണി പൂർത്തിയാക്കുകയായിരുന്നു. ഇനിയും വേനൽക്കാലം വരുവാണ്. അപ്പോൾ വേനൽക്കാലം വരുമ്പോൾ ഈ റോഡുകളിൽ അപകട സാധ്യത കൂടും. എന്നുവെച്ചാൽ നമ്മുടെ വീല് ചൂടായി, ബ്രേക്ക് ഗ്രൈൻഡർ ചൂടായിട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇടയ്ക്ക് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഈ റോഡിന് ഒരു ശാശ്വത പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഹരിത ചെക്ക് പോസ്റ്റ്, ടേക്ക് എ ബ്രേക്ക്, അപകട സൂചന മുന്നറിയിപ്പ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കുക, സമാന്തര പാതയായ കാക്കക്കട പെരിയകനാൽ റോഡ് നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നിരാഹാര സമരവും നടന്നിരുന്നു. എന്നാൽ നടപടി ഒന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജനകീയ സമരസമിതി. വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഇവിടെ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ടൂറിസം മേഖലയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായങ്ങൾ നൽകാനും അതോടൊപ്പം തന്നെ ആളുകൾക്ക് ബോധവൽക്കരണം നൽകാനും കഴിയേണ്ടതുണ്ട് എന്നുള്ളതിന് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായ പിന്തുണ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വിലപ്പെട്ട എത്രയെത്ര ജീവനുകളാണ് ഈ വഴിയിൽ പൊലിഞ്ഞിട്ടുള്ളത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നാട്ടുകാർ തന്നെ പലപ്പോഴായി മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അധികൃതർ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുക മാത്രമാണ് ചെയ്തത്. ഇനിയും ഈ വഴിയിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി അധികൃതർ എന്ന് നടപടി സ്വീകരിക്കുമെന്നതാണ് ചോദ്യം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ഈ ഇടുക്കി ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിലെ അവിടുത്തെ ഈ അശാസ്ത്രീയ നിർമ്മാണത്തിൻ്റെ പോരായ്മകൾ അത് പരിഹരിക്കട്ടെ, അപകടങ്ങൾ കുറയ്ക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. വേനലെത്തും മുമ്പേ വെള്ളത്തിനായി വലയുന്ന ഒരു നാടുണ്ട് കൊല്ലത്ത്. ഇവിടെ വ്യത്യസ്ത കാഴ്ചകളുമുണ്ട്. വെള്ളം വരേണ്ട കനാൽ കാട് മൂടിയിരിക്കുന്നു. കനാൽ കാടായതോടെ വെള്ളത്തിനു പകരം മൃഗങ്ങളായി കനാൽ വഴി വരുന്നത്. ആ കാഴ്ച കണ്ട അരുൺ രാജ് കൊല്ലം പോരുവഴിയിൽ നിന്ന് അതേക്കുറിച്ച് പറയുന്നു. ചൂട് കൂടിയതോടെ വലിയ കുടിവെള്ള ക്ഷാമമാണ് പോരുവഴിയുടെ പല ഭാഗത്തും നേരിടുന്നത്. അതോടൊപ്പം തന്നെ കർഷകർ കൃഷിയൊക്കെ ഇറക്കിയതിന് ശേഷം അവർ വെള്ളത്തിന് വേണ്ടി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം. അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ കനാൽ, ഈ ഏകദേശം പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ 6ഓളം വരുന്ന വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു കനാലാണിത്. കനാൽ വഴിയുള്ള ജലവിധാനമാണ് വേനൽക്കാലത്തടക്കം കേരളത്തിന് ആശ്വാസം. കൃഷിക്ക് മുതൽ നമ്മുടെ കിണറുകൾ വരെ ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് കനാലുകൾ നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് കനാലുകൾ അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് മിക്കയിടത്തും. ഒരു കാലത്ത് നാടിൻ്റെ ആശ്വാസമായിരുന്ന കനാലുകൾ ഇന്ന് നാടിൻ്റെ ഭീതിയുടെ ഇടങ്ങളാണ്. കോഴി, പട്ടി, പൂച്ച, ചേര, പാമ്പ് ഇതിനെ അവർ കൊല്ലുന്നെടുത്ത് കനാലിലോട്ട് അങ്ങിടും. ഇതെല്ലാം ഒഴുകി വന്നിട്ട് ഈ ഭാഗത്തങ്ങ് കിടക്കുക. കാരണം ആ കൊള്ളി കൂടെ പോകാനും പറ്റത്തില്ല. അപ്പം അതിൻ്റെ പേര് ഇവിടെ അങ്ങ് അടിയുക. ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കാനൊക്കാത്ത. കാട് മൂടിയ കനാലുകൾ വഴി ഇന്ന് നാട്ടിലേക്ക് എത്തുന്നത് കാട്ടുപന്നിയും വന്യമൃഗങ്ങളും. കനാലിലെ കാട് കയറി കൊടുങ്കാടായിട്ട് പന്നിയും പാമ്പും പെറ്റി കിടക്കുകയാണ്. തദ്ദേശവാസികളായ ഞങ്ങൾക്ക് സന്ധ്യ കഴിഞ്ഞ ശേഷം ഇറങ്ങി നടക്കാൻ പോലും ഭയമാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ നോക്കുകുത്തികളായി മാറുന്നൊരവസ്ഥയാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞങ്ങൾ ഈ ആളുകൾ ഇവിടെ കാണുന്നത്. ആരോട് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിലെ കനാലുകളിലൂടെ ജലമെത്തിയിട്ട് 6 വർഷം പിന്നിട്ടു. കൃഷിഭൂമികൾ വറ്റി വരണ്ടു. ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ കനാലായിരുന്നു, KAPയുടെ കനാൽ. അത് 5 വർഷമായിട്ട് ഇതുവഴി വെള്ളത്തിൻ്റെ ലഭ്യത ഒട്ടും തന്നെ ഇല്ല. അതുപോലെ കുടിവെള്ളത്തിന് പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് ലൈൻ വഴി വെള്ളം കിട്ടുന്നതേ ഇല്ല. അതൊരു ഭാഗം. അതുപോലെ കൃഷി എല്ലാം ഈ വരൾച്ച കാരണം നശിച്ചു പോവുകയാണ്. പലയിടങ്ങളിലും മാലിന്യ നിക്ഷേപവും വ്യാപകമാണ്. ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വേറെ. പരാതിയുമായി ഓഫീസുകൾ കയറിയിറങ്ങിയ ഒരു ജനപ്രതിനിധി ഇന്ന് സമരത്തിന്റെ പാതയിലാണ്. അപ്പോൾ ഞങ്ങൾ വാർഡ് മെമ്പർ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ സംബന്ധിച്ച് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യം. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഞങ്ങൾ ഈ ഓഫീസുകളുടെ തിണ്ണകൾ ഇറങ്ങി അവരോട് റിക്വസ്റ്റ് ചെയ്യുക എന്നല്ലാതെ ഞങ്ങൾ ഒന്നും കഴിയാത്ത സാഹചര്യമാണ്. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്.
കാരണം ഈ കനാൽ വെള്ളം പ്രതീക്ഷിച്ചാണ് അവർ കൃഷി ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ പോരുവഴിയിലെ 2ഓളം വരുന്ന കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നതും ഈ കനാൽ വെള്ളത്തെ ആശ്രയിച്ചാണ്. അപ്പോൾ ഈ 2 കുടിവെള്ള പദ്ധതി നിലവിൽ നിലച്ചിരിക്കുകയാണ്. 1000ഓളം വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഒരു മാസക്കാലമായിട്ട് നിലച്ചിരിക്കുന്നത്. ഒരു വെള്ളം പോലും അവിടെ നിന്ന് അടിക്കാൻ പറ്റാത്ത സാഹചര്യം. അതോടൊപ്പം തന്നെ കനാലിൽ 4 വർഷമായിട്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട് കർഷകർ കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ് പോരുവഴിയിൽ. കനാൽ വൃത്തിയാക്കുന്നതിന് ഫണ്ടില്ലെന്നും അതിനാലാണ് വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്തതെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി. ഒരു നാടിന്റെ ദുരിതക്കാഴ്ചയാണ് ഈ കണ്ടത്. ഇതിൽ ഇനി ഇടപെടേണ്ടത് അധികാരികളാണ്. ആ ഇടപെടൽ അനിവാര്യതയും അത്യാവശ്യവുമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. കനാൽ ഉപയോഗശൂന്യമായി 6 വർഷമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? ഈ വിഷയത്തിൽ പ്രദേശവാസികൾക്കും ചിലത് പറയാനുണ്ട്. അത് കാണാം. ഒരു 5 വർഷം കൊണ്ട് കനാലിൽ വെള്ളം വരുന്നതേ ഇല്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ കനാൽ വൃത്തിയാക്കുന്നതും ഇല്ല. ഉള്ള അഴുക്കുകൾ മൊത്തം കെട്ടിക്കിടന്ന് ഞങ്ങൾക്ക് ഈ പരിസരത്തുള്ളവർക്ക് താമസിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വെള്ളം വേണം. സമീപപ്രദേശത്തെ എല്ലാ ആൾക്കാരും ഈ ഉണക്കകാലത്ത് നിൽക്കുന്നത് ഈ കനാലിൽ വെള്ളം വരുമ്പോൾ അന്നെങ്കിൽ മാത്രമേ നമ്മുടെ കിണറുകളിലും ഒക്കെ വെള്ളം കിട്ടത്തുള്ളൂ. പലപ്പോൾ നമ്മുടെ കൃഷി ചെയ്യുന്നതിനും ഈ കനാലിനെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ കനാലിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഞങ്ങളുടെ മുന്നിൽ കൂടെ ചാടിയത് പന്നി 3 എണ്ണം. ഞങ്ങളുടെ ചീനി മൊത്തം പോയി. തീർച്ചയായും ഈ കാര്യത്തിൽ, അതായത് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടല്ലോ. ഈ വിഷയത്തിൽ പോരുവഴി MLA കുന്നത്തൂർ മണ്ഡലമാണെന്ന് തോന്നുന്നു, കോവൂർ കുഞ്ഞുമോനാണ് അവിടുത്തെ MLA എന്നാണ് അറിയുന്നത്. ഏതായാലും അങ്ങനെ ആ മണ്ഡലത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിലാണെങ്കിൽ അവിടുത്തെ MLA മാർ ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ആ നാട്ടുകാരുടെ പ്രശ്നം അത് കണ്ടില്ലെന്ന് നടിക്കരുത്. കനാൽ കാട് മൂടിയിരിക്കുന്നു, പോരുവഴിക്കാരെ പെരുവഴിയിലാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനവിടുത്തെ ജനപ്രതിനിധികൾ ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പൊതുജനം കഴുതയല്ല സാർ തുടരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളുമൊക്കെ അറിയിക്കാവുന്നതാണ്. പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി 24-ൻ്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഓവർ ടു ഹാഷ്മി.